പള്ളി പോവാ, അപ്പച്ചൻ പണിക്ക് പോവാ, കമ്പനിക്ക് നടക്കാല പോണേ. എന്റെ എന്ത് വെച്ചിട്ടൊരു മെനയാവണെന്ന് പറഞ്ഞോണോ? നാളെ കണ്ടല്ലേ വീട്ടിൽ കണ്ണടിച്ച് കണ്ണാടിയിൽ പോയി നോക്കിയാ കണ്ണടിക്കും. ഇതാണ് കേട്ടാ എന്റെ ഒരേ ഒരു അപ്പച്ചൻ, എന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാത്ത അപ്പച്ചൻ. എന്റെ യൂട്യൂബ് ചാനലിൽ നിറയെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫേഷ്യലിന്റെ കിട്ടുന്നതോട് കൂടി താത്തായി. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് വീണ്ടും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. കാരണം ചേട്ടന് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് സൺഡേ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. അതിനു വേണ്ടി പിള്ളേരുകൾ തന്നെ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പം എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടൊന്ന് ഫേഷ്യൽ ചെയ്യണം. ഒരു അന്നമേര കുർബാന സ്വീകരണത്തിന് ഒന്ന് ഫേഷ്യൽ ചെയ്തതാ. പിന്നെ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ടില്ല. ത്രെഡ് തന്നെ ചെയ്തിട്ട് ഒരുപാട് നാളായിട്ട്. അപ്പോൾ നാളെ പോയിട്ട് ത്രെഡ് ചെയ്യണം. അപ്പോൾ എൻഗേജ്മെന്റിന്റെ ആ ഒരു കാരണം കൊണ്ട് ഒന്ന് ഫേഷ്യൽ ചെയ്യാനില്ല. എന്നാ ഒരു തിളക്കൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ബ്യൂട്ടി പാർലറൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ 1500 രൂപയൊക്കെ ഒരു ഡയമണ്ട് ഫേഷ്യലിനൊക്കെ വരും. അപ്പം ഡയമണ്ട് ഫേഷ്യൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്ത് ചെയ്തു, ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് VLCCയുടെ ഒരു ഫേഷ്യൽ കിറ്റ്, ഡയമണ്ട് ഫേഷ്യലിൻ്റെ ഒരു കിറ്റ് വാങ്ങി. അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ കിട്ടി. അപ്പം അത് വീട്ടിൽ ചെയ്യാൻ വെച്ചു. അപ്പോൾ കൂടെ എൻ്റെ അനിയത്തിക്ക് ചെയ്തു കൊടുക്കും. അപ്പം ഇന്ന് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ. പിന്നെ ഒരുപാട് പേര് കമൻറ്റിലൂടെ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ടൈം ടേബിളിൻ്റെ മംസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ എങ്ങനെ ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്കൊരു വിശദമായിട്ടുള്ള വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നു, പെരുന്നാളൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസത്തേക്ക് വേണ്ടി നാട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ വ്ളോഗ്സൊക്കെ എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു. 2 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ വീണ്ടും ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, കാരണം എനിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകണം. ലാപ്പ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ലാപ്പൊന്നുമില്ല. അപ്പോൾ പിന്നെ PC-യിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവിടെ ട്രിവാൻഡ്രം പോയിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ടൈം ടേബിൾ എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്നും അങ്ങനത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയമണ്ട് ഫേഷ്യൽ ചെയ്യാം വീട്ടിൽ. മുടി നീര് കെട്ടണം ആദ്യം. ഈ പിള്ളേര് ഓളിട്ടിട്ട് ഞാനപ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാ. പെരുന്നാളിന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും വന്നപ്പോൾ 2 ദിവസം എവിടേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാ. നിൽക്കുമ്പോൾ വരുമ്പം എൻ്റെ അനിയത്തിയുടെ പിള്ളേരും എൻ്റെ 2 അനിയത്തിമാരും നിൽക്കാൻ വരും. അപ്പം എല്ലാ പിള്ളേരും കൂടി ആകുമ്പോൾ ഭയങ്കര ബഹളാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ നെക്കിലടക്കം ചെയ്യണേ. അപ്പം നമ്മൾ മുടി എത്രത്തോളം ഇങ്ങനെ പൊക്കി കെട്ടാൻ പറ്റുമോ അത്രത്തോളം പൊക്കി കെട്ടണം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണം. ഞാൻ ഇതേവരെ ഞാൻ ചെയ്തിട്ടില്ല ഫേഷ്യൽ. വീട്ടിലിങ്ങനെ ഒറ്റ കിറ്റ് വാങ്ങിയിട്ട് ചെയ്തിട്ടില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാറ്. എന്തായാലും ഒരു പ്രാവശ്യം കൂടി വീട്ടിൽ ചെയ്യാൻ വിചാരിച്ചു. മിണ്ടാതിരിക്കോ? അപ്പം നമുക്ക് അഫോർഡബിളായിട്ട് വാങ്ങാനും പറ്റും. ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു 3-4 പ്രാവശ്യം നമുക്കത് ചെയ്യാം. അപ്പം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. എൻ്റെ അപ്പച്ചൻ യൂട്യൂബ് ചാനലൊക്കെ കാണും. എന്നിട്ട് ഇങ്ങനെ ഇരുന്നതിനെ കുറ്റം പറയാണ് കേട്ടോ. കളിയാക്കി എന്നെ കൊല്ലാറാക്കി. പിന്നെ ഫെമിയും അഞ്ചും അമ്മയൊക്കെ എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ. അപ്പച്ചനും സപ്പോർട്ടിന് കുറവൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയും. കണ്ടു കഴിഞ്ഞപ്പോഴും എന്നെ കളിയാക്കലാണ് പരിപാടി. ഏതാരായി നിൻ്റെ ഈ ചാനലൊക്കെ കാണണേന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കലാണ് കേട്ടോ പണി. പക്ഷേ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിമാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അവർ പറയും ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേച്ചി, പതുക്കെ അത് ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പ്രോത്സാഹനമൊക്കെ തരും. പക്ഷേ ഇവരോട് എനിക്ക് ധൈര്യമായിട്ട് തുറന്ന് പറയാം. എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോളോട്ടാന്ന്. അങ്ങനെ കുറച്ച് പേരാണ് എൻ്റെ അമ്മ, എൻ്റെ അനിയത്തിമാർ, എൻ്റെ മമ്മി, ഹിമയ്ക്ക് ജോലിയുള്ള കാരണം ഞാൻ അധികം നിർബന്ധിക്കാറില്ല. പിന്നെ എൻ്റെ കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ ഞാൻ അങ്ങനെ ഇരുന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചിലപ്പോൾ ഉറങ്ങണേക്കാളും ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ. അപ്പോൾ ഇതൊക്കെ അപ്പച്ചിരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനെ കളിയാക്കാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു അമ്മ. അതിൻ്റെ ഈ കോമഡിത്തരം ഒക്കെ കണ്ടിട്ട് അമ്മ കിടന്ന് ചിരിക്കായിരുന്നു. ഉറക്കപ്പിച്ച പറയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാണ് കേട്ടോ. എന്നെങ്കിലും ഇതൊക്കെ മാറ്റി പറഞ്ഞ ഒരു ദിവസം വരും. ഞാനതിനു വേണ്ടി കാത്തിരിക്കാണ് കേട്ടോ.
ഇതാണ് കേട്ടാ എൻ്റെ ഒരേ ഒരു അപ്പച്ചൻ, എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാത്ത അപ്പച്ചൻ. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിറയെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറയും കുറ്റങ്ങളൊന്നുമില്ല, അതെ കോപ്രായങ്ങള്. അപ്പച്ചൻ പറയാ ഇതൊക്കെ കാണുന്നുണ്ട് ആരെങ്കിലും. അപ്പച്ചനൊന്നും കാണുന്നുണ്ട് കേട്ടാ, കണ്ടിട്ട് ഓരോന്നും വള്ളി പുള്ളി തെറ്റാണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും. അമ്മരുന്ന് കണ്ടതിന് ഫുള്ള് കുറ്റ പറ നയ വ്യക്തമാക്കി. നന്നായിട്ട് നല്ല രീതിയിലുള്ള വീഡിയോ ആണ് മോള് ചെയ്യുന്നത്. അത് നന്നായി വിജയിച്ചു വരട്ടെ എന്ന് നമ്മള് ആശംസിക്കും. ഇത്രയും നേരം കുറ്റങ്ങൾ പറയാനാവുകൊണ്ട് ഞാൻ നല്ലത് പറഞ്ഞ് ക്ലോസ് ചെയ്തു. ഉറങ്ങിക്കോ വിസിയ നീ പറഞ്ഞോ. അങ്ങനെ അപ്പച്ചൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോയിട്ട് അപ്പച്ചനൊരു പ്രാവശ്യം അറ്റാക്ക് ഒക്കെ വന്ന കാരണം ഫുഡിൻ്റെ കേസിലൊക്കെ നേരത്തിനൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തോടു കൂടി ഭക്ഷണം കഴിച്ച് ഗുളിക കഴിച്ച് അപ്പച്ചൻ കിടന്നുറങ്ങും. പിന്നെ അതെ വീട്ടിൽ വന്ന ഇതാണ് പിള്ളേരുകളിൽ കളി. പിന്നെ അത് കാരണം വീട്ടിൽ ഇങ്ങനെ വലിച്ചു വരി കളി സാധനങ്ങളും ഒക്കെ കിടക്കും. സെറ്റിയുടെ കവറ് നേരെ കിടക്കുന്നതൊക്കെ ഇത് ആദ്യമായിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞതൊക്കെ നിലത്ത് ഫുട്ബോൾ പോലെയായിട്ട് ഇരിക്കുക. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദോട്ടിന് കളിക്കാൻ ഒരു കൂടി സെറ്റ്, അന്നമ്മയ്ക്ക് അൻ്റപ്പനും കളിക്കാൻ ഒരു സെറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ബോറടിയില്ല കേട്ടോ. അഞ്ചു ആണെങ്കിൽ അഞ്ചുവിന് കുറച്ച് ഫേവറേറ്റ് സീരിയലുകളുണ്ട്, അതൊക്കെ ഇരുന്ന് കാണാണ്. അവിടെ ബോംബ് പൊട്ടിയാലും എൻ്റെ അഞ്ചു അറിയില്ല, അത്രയും തീക്ഷ്ണതയോട് കൂടിയിട്ടാണ് ഇരുന്ന് കാണണം അവള് സീരിയലുകൾ. അതെ ഇതാണ് കേട്ടാ ഞാൻ വാങ്ങിയ VLCC ഡയമണ്ട് ഫേഷ്യൽ. ഒന്ന് മിനിറ്റ് നിൽക്ക് താങ്കളെ. VLCC ഡയമണ്ട് ഫേഷ്യൽ കിറ്റ്. എൻ്റെ മുഖത്തിൻ്റെ കോലം കണ്ട, ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല പളപ്പളാന്ന് നല്ല ഭംഗി വരും എന്നാണ് പറയണേ. നമുക്കെന്തെങ്കിലും തേച്ച് നോക്കണ്ട. ഇപ്പം നേരെ 10 മണിയാവാറായി. പിള്ളേരുടെ കാര്യം നോക്കി ചെയ്യാതെ വിചാരിച്ചിട്ട് നേരം വൈകി പോയി. ഇപ്പം ചെയ്യണം. ഫേഷ്യലിൻ്റെ കിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു 6 ട്യൂബ് കിട്ടും കേട്ടോ. നമുക്ക് 6 സ്റ്റെപ്പാണ് ഒരു ഫേഷ്യൽ ചെയ്യാൻ. ഒരു 4-5 പേർക്ക് സുഖമായിട്ട് ചെയ്യാം. ഞാനാണെങ്കിൽ ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും ഐസ് ക്യൂബുകൾ അതൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരുള്ളപ്പോൾ എന്ത് നടക്കണം, പിള്ളേർ ഐസ് ക്യൂബിലൊക്കെ കൈയിട്ട് ഇളക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ക്ലെൻസറാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓൾറെഡി ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിയതാണ്. എന്നാലും കൂടിയിട്ട് ഈ ക്ലെൻസർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് നമ്മൾ വൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ റിൻസ് ചെയ്ത് കളയണേക്കാളും നല്ലത്, വെള്ളം കൊണ്ട് കഴുകി കളയണേക്കാളും നല്ലത് ഇങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യണതാണ് കേട്ടോ. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴും ക്ലെൻസ് ചെയ്യുമ്പോഴൊക്കെ ഐസ് ക്യൂബ് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്നാക്കി ആ ഒരു തണുവോട് കൂടിയിട്ട് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. ഞാനത് ബ്യൂട്ടി പാർലറിൽ ഞാൻ പോകുമ്പോൾ അങ്ങനെ ചേച്ചിമാരെ അങ്ങനെ ചെയ്തിട്ട് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. ഞാൻ അതിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, നമുക്കറിയുന്ന രീതിയിൽ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്. കഴുകി കളയണേക്കാളും നല്ലതേ അത് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലത് കേട്ടോ. സ്ക്രബാണ് അടുത്തത്. ഇതിലിങ്ങനെ ഗിൽച്ചറൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടത്. എന്തോരം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇത് ഗിൽച്ചർ ഒരു തരിതരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇവിടെയാണ്, ഇവിടെ മൂക്കിൻ്റെ ഇവിടേക്കാണ് വളരെ രീതിയിൽ. നോക്കി എന്തെങ്കിലും പിമ്പിൾസ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഇത് ഇവിടെ ചെറിയ പിമ്പിളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും അധികം നമ്മൾ ചെയ്യാത്ത ഇത്തിരി സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ ഫേഷ്യൽ ചെയ്യുന്നതാട്ടോ ഏറ്റവും സൗകര്യം. പക്ഷേ നമ്മൾ മസാജിങ് നല്ല രീതിയിൽ കൊടുക്കണം. അവരുടെ മസാജിങ്ങിലാണ്, ബ്യൂട്ടി പാർലറിലെ മസാജിങ്ങിലാണ് നല്ല കൂടുതൽ എഫക്റ്റ് കിട്ടണതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ വീട്ടിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതേ എഫക്റ്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. സ്ക്രബ് ചെയ്യണമെന്നാണ് പറയണേ. എനിക്കാണെങ്കിൽ മൂക്കുമൊക്കെ ഈ വൈറ്റ് ഹെഡ്സാണ് കൂടുതൽ, ബ്ലാക്ക് ഹെഡ്സ് കുറവാണ്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് ഒക്കെ ഇടുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ നമ്മുടെ ഹോംലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കോഫി പൗഡറും ഷുഗറൊക്കെ വെച്ചിട്ട് ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. നല്ല വരും. എവിടെ നിന്നാണ് അവൻ ഇത്ര അധികം? എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെ. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പാരമ്പര്യമൊക്കെ നമുക്ക് കിട്ടും. ഇത്തിരി കളർ നോക്കിയിട്ടുണ്ടോ? നോക്കിയേ, വേദം തോന്നുന്നുണ്ടാ?
വേദന പറയുന്നു. ഫേഷ്യൽ ചെയ്യുമ്പോൾ എത്ര സമയം മസാജ് ചെയ്യണം ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആ ട്യൂബിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വലിയ പാടില്ല. അങ്ങനെ നമ്മുടെ സ്ക്രബിങ് വിജയകരമായിട്ട് കഴിഞ്ഞു. സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാട്ടാ. ഇങ്ങനത്തെ ഒരു ഡീറ്റോക്സ് ലോഷൻ, ഇത് നമ്മളിങ്ങനെ പൈപ്പ് ചെയ്ത് കളയണ്ട കേട്ടാ. ജസ്റ്റ് ഇങ്ങനെ അബ്സോർബ് ആവണ വരെ ജസ്റ്റ് അങ്ങ് തേച്ചിട്ടാൽ മതി. എന്തെങ്കിലും വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ടോ കേസ്? ഇതൊരു ഡിറ്റോക്സ് ലോഷൻ, അത് പീൽ ഓഫ് മാസ്ക് എന്താണോ എനിക്കറിയില്ല, ഞാനെനിക്കിത് അറിഞ്ഞു. ഡിറ്റോക്സ് ലോഷൻ. ഈ ഡിറ്റോക്സ് ലോഷൻ എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ അത് ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് അത് അബ്സോർബ് ആയി പോകണമെന്ന്. അത് വൈപ്പ് ചെയ്ത് കളയണ്ട, നല്ല രീതിയിൽ മസാജ് ചെയ്ത് അബ്സോർബ് ആക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞ രീതിയിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് അബ്സോർബൊക്കെ ആവുന്ന വരെ നല്ല രീതിയിൽ മസാജ് ചെയ്തു. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിങ്ങനെ ഫേസ് മസാജ് എങ്ങനെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കുറേ മസാജിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഫേഷ്യൽ ചെയ്തപ്പോൾ അത് പ്രയോജനപ്പെട്ടു. അപ്പം എൻ്റെ 3rd സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 4th സ്റ്റെപ്പ് ഡയമണ്ട് മസാജ് ജെല്ലാണേ. കണ്ടില്ലേ, ഇതിൻ്റെ ഓരോന്ന് സ്റ്റെപ്പ് 1 2 3 4 എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തിട്ട് ഒരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ കൊണ്ട് തുടച്ച് കളയണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാം. നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഈ ഐസ് ക്യൂബ് എടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാജ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഐസ് ക്യൂബിൽ തൊട്ടിട്ട് മസാജ് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് മാസ്കാണേ. ഞാൻ വിചാരിച്ചു മാസ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു സംഭവമായിരിക്കുന്നു. പക്ഷേ ഇതൊരു ജെൽ കൺസിസ്റ്റൻസി തന്നെയായിരുന്നു. പക്ഷേ ഇടുമ്പോൾ ഒരു ചെറിയൊരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതൊരു 15 മിനിറ്റ് വെക്കണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അതേപോലെ 15 മിനിറ്റൊക്കെ വെച്ചു. ഇനി നമുക്ക് 15 മിനിറ്റ് വെക്കണേ. ഇത് നമ്മൾ സർക്കിൾ മോഷനിലൊന്നും നമ്മളിങ്ങനെ മസാജ് ഒന്നും ചെയ്യണ്ട. എൻ്റെ ഇടതുവശത്തും വലതുവശത്തായിട്ട് എൻ്റെ 2 അനിയത്തിമാരും കൂടി ഇരുന്നിട്ട് എൻ്റെ കൂടി ഇരുന്ന് ഫേഷ്യൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചിനെ ഫേഷ്യലിന്റെ കിട്ടുന്നതോട് കൂടി താത്തായി ഭംഗിയായിട്ട് എൻ്റെ 5 കാട്ടിട്ട് ഫെമീര മുഖം കാണിക്കരുതെന്ന് ഓർഡർ. ഈ ഒരു ഫേഷ്യൽ കിറ്റ് വാങ്ങി കഴിഞ്ഞാൽ 4 പ്രാവശ്യം ചെയ്യാം. 3 പ്രാവശ്യം കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് പറ്റിയ ബാക്ക് ഹെർട്സ് ഒന്നും അധികം ഇല്ല. ഇപ്പൊ തന്നെ വേണ്ട. നന്നായിട്ട് സ്ക്രബ് ചെയ്യും. അങ്ങനെ കൂട്ടി കഴിക്കാൻ പാടില്ല. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓരോരോ ഡോട്ട്. എൻ്റെ 15 മിനിറ്റ് കഴിയണം. അതുവരെ ഇവർക്ക് ചെയ്ത് കൊടുക്കല പണി. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാ ഞാനിവിടെ എടുത്തു വെച്ച ഐസ് കൊണ്ട് അന്നമ്മ കൊണ്ട് കളഞ്ഞു. അവളെന്നെ സഹായിക്കാത്തതാ. ഇരട്ടിപ്പണിയാക്കി തന്നു. ശ്രീകൃഷ്ണ നക്ഷത്ര നൽകാം പടത്തില്. ഇങ്ങനെ മാറ്റൊന്നുണ്ടോ? എന്റെ എന്ത് വെച്ചിട്ടൊരു മെനയാവണം പറഞ്ഞോണോ? നമുക്ക് എന്തിട്ടും ഒരു മെനയാവണില്ലല്ലോ സെറ്റ്. ഈ ചെക്കനെ നാളെ കണ്ടല്ലേ നമുക്ക് നാളെ കണ്ടല്ലേ വെട്ടിത്തളം കണ്ണടിച്ച് കണ്ണാടിയിൽ പോയി നോക്കിയാ കണ്ണടിച്ചു. കണ്ടടിച്ചു. പക്ഷെ ഇത് അവരൊക്കെ ചെയ്യുമ്പോ ഒരു വെള്ള കളർ ഇതിലാക്കും. അത് നമ്മുടെ ഡയമണ്ട് ഫേഷ്യലാണ്. ഇത് ഡയമണ്ട് തന്നെയാടി. ഇത് ഡയമണ്ട് ഫേഷ്യലാണ്. ഏത് ഫേഷ്യലായാലും അവരേത് വെള്ള കളർ വരാറുണ്ട് ഇല്ലേ? ഡയമണ്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ ഫേഷ്യൽ ഡയമണ്ട് ഫേഷ്യൽ ചെയ്തിട്ടാ ഞാൻ പേള ചെയ്താണ്. പേളിലും ഇങ്ങനൊക്കെ തന്നെയും ചിലപ്പോ ഓരോ കമ്പനികൾ വ്യത്യാസം ഉണ്ടാവും. നാച്ചുറലിന്റെ ഉണ്ട്, VLCC ഉണ്ട്, പല പല സംഭവങ്ങളുണ്ട്.
എനിക്ക് നീലയിലായിരുന്നു വേണം മറ്റേ റോസ് ഇപ്പോൾ അതെന്തിട്ട് ഭംഗിയുള്ളത് എനിക്ക് മനസ്സിലാവുണ്ട്. ഒരു ഭംഗി ഉണ്ടായില്ലേ? നീലയിലായിരുന്നു ഞങ്ങൾക്കൊരു ഭംഗി ഉണ്ടായില്ലേ? ഭംഗിയുണ്ട് ഇഷ്ടമായി അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ എൻ്റെ ഫേഷ്യലിൻ്റെ ഒട്ടുമിക്ക സ്റ്റെപ്സും കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ഒരു മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെപ്പും കൂടി ഉള്ളൂ കേട്ടോ. ഇത് ചെയ്ത വശം എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ അഞ്ജുനോടും ഫെമിയോടും ചോദിച്ചപ്പോൾ അതേ അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ. വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് അവർക്ക് തോന്നണില്ല എന്നാണ് പറഞ്ഞത്. വെറുതെ പൈസ കളയണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയിട്ടാ. സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കും മാറ്റം. അതിനിപ്പം അറിയില്ല ഗൈസ്, നാളെ അറിയാം. നാളെ ഞാൻ പള്ളിയിൽ പോകാൻ വരെ കൂടെ ഇനി ഇത് വൈപ്പൊന്നും ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത്രയ്ക്കുള്ളോട്ടെ ഫേഷ്യൽ. നാളെ വരെ മാറ്റം വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏത് വൈപ്പ് ചെയ്യണ്ട, മസാലയല്ല അല്ല അങ്ങനെ വൈപ്പ് ചെയ്യുന്നത് കണ്ടല്ലോ. ഞാൻ ചാച്ച പോവാ അവളോട് ചോദിക്കുന്നത്. എനിക്ക് അഞ്ജുവിന് ഫേഷ്യൽ ചെയ്തിട്ട് വലിയ തൃപ്തിയൊന്നും ആയില്ല കേട്ടാ. അതാണ് അഞ്ജുൻ്റെ മുഖത്തേക്ക് കാണണത്. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ്. ഹലോ, സമയത്രേ 5 മണി 5:10 ഞാനും അമ്മയും കൂടി പള്ളിയിൽ പോകാൻ ഇട്ടതാ. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അപ്പം ഞാനും അമ്മയും കൂടി പള്ളിക്ക് പോകട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവട്ടെ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മേരെ കൂടെ പള്ളിയിൽ പോകുക അത് നിർബന്ധമാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേരെ കൂടെ ഇങ്ങനെ നടന്നു പോകാൻ. അത് പുലർച്ചെ ഇത്തിരി തണവുണ്ടാവും. ഡിസംബർ ആയല്ലോ, അപ്പോൾ കാലത്ത് നല്ല തണവുണ്ടാവും, ചെറിയൊരു കാറ്റും മഞ്ഞും. അപ്പം നല്ല രസമാണ് പോകാനായിട്ട്. ഞാൻ പള്ളിയിൽ പോവാ. അപ്പച്ചൻ പണിക്ക് പോവാ. കമ്പനിക്ക് നടക്കാല പോണേ. ആ നടക്കാലോ പോണേ. അല്ല അപ്പൊ എവിടേക്ക് നടക്കുമ്പോൾ കൂട്ടണല്ലോ ഓർക്ക്. ഇവിടെ നടന്ന് എസ്റ്റേറ്റ് വരെ എത്തും. ആ വീണ്ടും ഇപ്പൊ കുട്ടിയാരുണ്ടാവല്ലോ. അപ്പച്ചനൊരു കുഞ്ഞൊരു അറ്റാക്ക് കഴിഞ്ഞ് സ്റ്റണ്ടൊക്കെ ഇട്ടുണ്ട്. പിന്നെ നടക്കണം നന്നായിട്ട്. പിന്നെ ഒരു ട്രിപ്പ് നടക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ഇന്ന് പണിയില്ലേ? ഇന്ന് പണിയില്ല. ഭാഗ്യം. മീൻ കൊണ്ടുവരും. ഇതെന്റെ അമ്മേരെ ഷാളാണ് കേട്ടാ. അമ്മ അത് സാരിയൊക്കെ എടുത്തോണ്ടിരുന്നേ. പള്ളിയിൽ പോകാൻ എന്നും പള്ളിയിൽ പോകാൻ തുടങ്ങിയ പിന്നെ ചുരിദാർ ഇട്ട് തുടങ്ങി. ഇപ്പൊ എന്നെക്കാളും നല്ല അടിപൊളി ചുരിദാറുകൾ എന്റെ അമ്മയ്ക്ക്. അതാ പറയാ. അപ്പൊ എന്നെക്കാളും നല്ല അടിപൊളി ചുരിദാറുകൾ എന്റെ അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നത്. നല്ല ഷാളൊക്കെ നല്ല പിങ്ക് ചുരിദാറിട്ടാണ് അമ്മ വരുന്നത്. അമ്മ കൂടെ കേട്ടത്. 5:30 15 മിനിറ്റ് കൊണ്ട് വേഗം നടന്നെത്തണം. നേരം വൈകിപ്പം എനിക്ക് ട്രിവാൻഡ്രത്ത് പോയാൽ പറ്റാത്തതായിട്ട് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം. ഒരുപാട് ദൂരം ആയതുകൊണ്ട് നമുക്കത് പറ്റില്ല. അങ്ങനെ ഞാൻ ദേ അമ്മേരെ കൂടെ പള്ളിയിൽ പോയി വന്നു. കൊന്തയും കൊണ്ടാണ് ഞാൻ പോവുക പള്ളിയിലേക്ക്. വന്ന വശം കൊന്ത രൂപത്തിൻ്റെ അവിടെ കൊളുത്തിയിട്ടിട്ട് ഇത്തിരി വെള്ളം കുടിക്കും. 7 മണിയായിട്ട് ഇന്ന് മാതാവിന്റെ നോവേന ഉണ്ടായിരുന്നു. പിന്നെ മരിച്ചവരുടെ ഒപ്പീസ് ഉണ്ടായിരുന്നു. അപ്പൊ നേരം വൈകി. തൊട്ടവിടെ 6 മണിക്ക് 6:30 ഇരിക്കണ ആളാ. ഇവിടെ എത്തിയപ്പോ നല്ല ഉറക്കം കിട്ടിയെന്നുണ്ട്. 7 മണിയായിട്ട് ആളെ എണ്ണിട്ടില്ല. എൻ്റെ 2 അനിയത്തിമാർക്കും ജോലി ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയി വന്നപ്പോഴത്തേക്കും ഇവരൊക്കെ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് പറ്റുന്ന പോലെ സഹായിച്ചിട്ടൊക്കെയാണ് അവർ പോവുക. അപ്പോൾ അമ്മ നൂലപ്പുണ്ടാക്കാണ്. ആൻ്റപ്പന് നൂലപ്പവും പാലും നാളികേരപ്പാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഇഷ്ടമല്ലേ എന്ന് വെച്ചിട്ട് അമ്മ നൂലപ്പുണ്ടാക്കാണ്. ഈ നൂലപ്പം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങ് ഇറങ്ങിക്കോളും. ഇവരോട് 2 പേരോട് ഞാൻ ഒരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ 2 പേർക്ക് ലീവ് കുറവായതുകൊണ്ട് എന്തായാലും പോയേ പറ്റുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവർ പോയി. അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. നാട്ടിൽ വരുമ്പോൾ 3 പേര് ഒരുമിച്ച് കൂടണം തന്നെ ഒരുപാട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനാണ്. കല്യാണത്തിന് മുന്നേ ഒരുമിച്ചായിരുന്നപ്പോൾ ഈ ഒരു കൂട്ടിൻ്റെ ഒരു ആഴൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല കേട്ടാ. പിന്നെ 3 പേരും 3 സ്ഥലത്തായി പിന്നെയാണ് അതിൻ്റെ വിലയൊക്കെ അറിയണേ. 1 മണി 2 മണി വരെയൊക്കെയാണ് വർത്താനം പറഞ്ഞിരിക്കുക.
ഞാനും ഫെമിയും അധികം വലിപ്പത്തിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഡ്രസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും കേട്ടോ. അപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ഫെമിക്ക് നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാനതിടും, ഇവൾ എൻ്റെ ഇടും. അവസാനം എന്റെ അമ്മ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു മാത്രം. ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ. പാത്രത്തിന്റെ പ്രാർത്ഥന രണ്ടാൾക്ക് വരുമ്പോൾ ചായ വയ്ക്കാനായിട്ടുള്ള കലം. ഇത് 5 പേർക്കുള്ളത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാവശ്യം ഓരോരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളേക്ക് ആ പ്രാന്ത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ അമ്മ സുജാത മിക്സി വാങ്ങിയിട്ടാ 5 അമ്മ വെഡിങ് ആനിവേഴ്സറിക്ക് മിക്സി വാങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യം എന്തൊരു കോക്കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം വാങ്ങിയേ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് മിക്സി മതി എന്ന് പറഞ്ഞിട്ട് മിക്സി വാങ്ങി. വാങ്ങുമ്പോഴേ സമയത്ത് ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സുജാത വാങ്ങിയാൽ മതി, എനിക്ക് ഇഷ്ടപ്പെട്ടത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാര്യം നൂലപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതിങ്ങനെ തിരിക്കേണ്ട കേസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ച് പേരുള്ളതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയും. കുറേ ആൾക്കാരുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് വശം കേടും കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും വന്ന കാരണം അമ്മയ്ക്ക് ഇത്തിരി കൈസഹായം കിട്ടി. അതാരണം അമ്മയ്ക്ക് ഇത്തിരി റെസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ബീഫും കൂർക്കയും വെച്ചു, കാലത്ത് നൂലപ്പം. അപ്പോൾ അതൊക്കെ അമ്മയുടെ കൂടെ നിന്ന് ഞാൻ സഹായിച്ചു. അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇത്തിരി റെസ്റ്റ് കിട്ടി അമ്മയ്ക്ക്. ഇവർ ജോലിക്കും കൂടി പോണ കാരണം ഞാനും കൂടി ഇല്ലെങ്കിൽ അമ്മ കഷ്ടപ്പെട്ടാനേ. കാരണം എല്ലാ പിള്ളേരുകളും ഉണ്ട്. എല്ലാ പിള്ളേരെയും കൂടിയും ഒരുമിച്ച് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതും ഒരേ പ്രായത്തിലുള്ള 2 പിള്ളേരാണ്. പിന്നെ അതോട്ടിനാണ് പിന്നെ ഇത്തിരി വലുപ്പമായിട്ടുള്ളത്. പിന്നെ എൻ്റെ പിന്നെ അമ്മയും അവരുടെ കാര്യം നോക്കാറായതുകൊണ്ട് പിന്നെ അവരുടെ കാര്യത്തിൽ പിന്നെ ടെൻഷനില്ല. അപ്പം ഇവർ ജോലിക്ക് പോകുമ്പോൾ അമ്മ എല്ലാ പണികളും നേരത്തെ കൂട്ടി തന്നെ കഴിച്ച് വെക്കും. അല്ലെങ്കിൽ പിള്ളേരുള്ളപ്പോൾ പിള്ളേരെ നോക്കിയിരിക്കണ്ടേ, കണ്ണും വെച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് കുരുത്തക്കേട് ഒപ്പിക്കാമെന്ന് പറയാൻ പറ്റില്ല. ആദോട്ടിനാണെങ്കിൽ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ തന്നെ തിന്നാൻ ഇഷ്ടമാണ് കേട്ടോ. ചോറാണ് അവന് തിന്നാനായിട്ട് ഭയങ്കര മടി. അപ്പം അവനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനത് പൊട്ടിച്ച് കഴിച്ചോളും. ഇനി ബാക്കിയുള്ളവർക്ക് 2 പേർക്ക് വാരി കൊടുക്കണം. അപ്പം ഞാനുള്ള കാരണം നിലൂന് ഞാൻ വാരി കൊടുക്കും, ഏച്ചുമണിക്ക് അമ്മ വാരി കൊടുക്കും. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണേക്കാൾ മുന്നേ ഞാനും അമ്മയും ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പ് വേഗം കഴിക്കാൻ കേട്ടോ. കാരണം അവരുടെ ഭക്ഷണം കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കും, പിള്ളേരല്ലേ. അപ്പോൾ ഞാനമ്മയും ഞങ്ങളുടെ വേഗം കഴിച്ചിട്ട് വേണം ഇനി അവർക്ക് കൊടുക്കാൻ. കുഞ്ഞുമക്കളൊന്ന് വലുതായി തന്നെ ഭക്ഷണം കഴിക്കാറാവുന്നത് വരെ അമ്മമാർക്ക് പണിയോട് പണി തന്നെയാണ് കേട്ടോ. കാരണം അവർക്ക് ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു സമയമാവണം. LKG പോയി തുടങ്ങണം. എനിക്കിപ്പോൾ അതുകൊണ്ട് LKG പോയി തുടങ്ങിയ പിന്നെയാണ് കേട്ടോ ഒരു റെസ്റ്റൊക്കെ കിട്ടി തുടങ്ങിയത്. അങ്ങനെ എല്ലാവരുടെ ഭക്ഷണം കഴിപ്പും കഴിഞ്ഞു. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വേഗം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ണുമിഠായി തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ണുമിഠായി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെമി. അപ്പോൾ അതൊക്കെ കൊടുത്തു. മിഠായി തിന്നാൻ പിള്ളേർക്ക് ഒരു മടിയില്ലാത്തതുകൊണ്ട് അവരതൊക്കെ തിന്നു. പിന്നെ മിഠായിയുടെ തോട് കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.